Good morning, dear students. Today we will be discussing about formal organization. നിങ്ങൾക്ക് എല്ലാവരും ഫെമിലിയർ ആയിരിക്കും. ഫോർമൽ, ഫോർമാലിറ്റി എന്നൊക്കെയുള്ള വേർഡ്സ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ഫോർമൽ, ഫോർമാലിറ്റി എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പം കൺസിഡർ എ ബിസിനസ് ഓർഗനൈസേഷൻ. ഇൻ എവ്രി ബിസിനസ് ഓർഗനൈസേഷൻ ദർ വിൽ ബി എ ടോപ്പ് അഥവാ ഹെഡ് ഓഫ് ദ ഓർഗനൈസേഷൻ ഉണ്ടാവും. എല്ലാ ബിസിനസ് ഓർഗനൈസേഷനിലും ഒരു ടോപ്പ് ആള് അഥവാ ഒരു ഹെഡ് ഓഫ് ദ ഓർഗനൈസേഷൻ ഉണ്ടാവും. ആൻഡ് അണ്ടർ ദ head of the organization there will be managers, then there will be employees and so on. അങ്ങനെയായിരിക്കും ഒരു സ്ട്രക്ചർ പോകുന്നത്. ആദ്യം ഒരു ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ ടോപ്പ് മാനേജ്മെന്റ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് മാനേജേഴ്സ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടായിരിക്കും എംപ്ലോയീസ് വരുന്നത്. സോ ദർ വിൽ ബി എ ക്ലിയർ സ്ട്രക്ചർ ഇൻ എവ്രി ഓർഗനൈസേഷൻ. ആൻഡ് ഈസ് ദി സ്ട്രക്ചർ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ്? ലൈക്ക് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തതാണോ അഥവാ ഇന്റൻഷനലി ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു സ്ട്രക്ചർ ആണോ? ഇത് ഇന്റൻഷനലി മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു സ്ട്രക്ചർ ആണ്. എന്ന് വെച്ചാൽ ടോപ്പ് മാനേജ്മെന്റ്, അത് കഴിഞ്ഞ് മാനേജേഴ്സ്, അത് കഴിഞ്ഞ് എംപ്ലോയീസ്, അങ്ങനെ ഒരു സ്ട്രക്ചർ ഇന്റൻഷനലി ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു സ്ട്രക്ചർ ആണ്. അപ്പം അത് ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഇന്റൻഷനലി ക്രിയേറ്റഡ് ആണ്. അവർ ബോധപൂർവം ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ആൻഡ് അതിനകത്ത് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. റൂൾസും റെഗുലേഷൻസും എല്ലാം ഫോളോ ചെയ്തിട്ട് വേണം ആ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നത്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എങ്ങനെയായിരിക്കും? അതിനൊരു ഫിക്സഡ് ഫോർമൽ സ്ട്രക്ചർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഇങ്ങനത്തെ തരം ഓർഗനൈസേഷൻസ് ആണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുക. എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ സ്കൂള് നോക്കുവാണെങ്കിൽ സ്കൂളിലെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആരാ? നമ്മൾ കാണുന്ന സ്കൂളിലെ ഹെഡ് ആരാ? പ്രിൻസിപ്പൾ ആണ് സ്കൂളിലെ ഹെഡ്. പ്രിൻസിപ്പളിന്റെ താഴെ ടീച്ചേഴ്സ് വരും, നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് വരും. അങ്ങനെയാണ് ആ ഓർഗനൈസേഷൻ സ്ട്രക്ചർ അഥവാ സ്കൂളിന്റെ സ്ട്രക്ചർ പോകുന്ന അങ്ങനെയാണ്. ആദ്യം പ്രിൻസിപ്പൾ, അത് കഴിഞ്ഞ് ടീച്ചേഴ്സ്, അത് കഴിഞ്ഞ് നോൺ ടീച്ചിങ് സ്റ്റാഫ്. ഇങ്ങനെയാണ് സ്കൂളിന്റെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ പോവുക. അതൊരു ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. അവിടെ ഓരോരുത്തരും ചെയ്യേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് അവർ പെർഫോം ചെയ്യേണ്ടത് അതെല്ലാം അവരോട് അലോട്ട് ചെയ്തിട്ടുണ്ടാവും അവർക്ക് വേണ്ടിയിട്ട്. അപ്പം അതൊരു ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. അഥവാ ഇപ്പം നമ്മള് ഗവൺമെന്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഗവൺമെന്റിൽ തന്നെ വി ഹാവ് സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ലോക്കൽ ബോഡീസ് അല്ലേ? ലോക്കൽ ബോഡീസ് തന്നെ ഡിസ്ട്രിക്റ്റും ആക്കാം, പഞ്ചായത്ത് ആകാം, അങ്ങനെ പഞ്ചായത്ത് വൈസ്, ഡിസ്ട്രിക്ട് വൈസ് ഒക്കെ ബോഡീസ് ഉണ്ട്. അതെല്ലാം ഒരു ഫോർമൽ ഓർഗനൈസേഷൻ ആണ്. അപ്പം അങ്ങനെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ഏതൊരു ഓർഗനൈസേഷൻ തന്നെ എടുത്താലും ഫോർമൽ ഓർഗനൈസേഷൻ ഇങ്ങനെ ക്ലിയർലി അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റി ഒക്കെ ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഫോർമൽ ഓർഗനൈസേഷന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. Formal organization refers to the structure of relationship deliberately designed by the top management to attain the objectives. അപ്പം ആ സെന്റൻസിനെ തന്നെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് നോക്കാം. ഫോർമൽ ഓർഗനൈസേഷൻ റെഫേഴ്സ് ടു ദ സ്ട്രക്ചർ ഓഫ് റിലേഷൻഷിപ്പ്. സ്ട്രക്ചർ ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ആരും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ സ്ട്രക്ചർ ആണ് ഫോർമൽ ഓർഗനൈസേഷനിൽ നോക്കുക. സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ സ്ട്രക്ചർ ആണ്. അപ്പം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സുപ്പീരിയേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ് ആയിരിക്കും അവിടെ നോക്കുക. ഡെലിബറേറ്റ്ലി ഡിസൈൻഡ് ബൈ ദ ടോപ്പ് മാനേജ്മെന്റ്. ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡെലിബറേറ്റ്ലി ഡിസൈൻഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ ബോധപൂർവം അത് ഡിസൈൻഡ് ആയിരിക്കും. ടോപ്പ് മാനേജ്മെന്റ് ബോധപൂർവം അഥവാ മനഃപൂർവ്വം ഡിസൈൻ ചെയ്ത ഒരു മാനേജ്മെന്റ് സ്ട്രക്ചർ ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ സ്ട്രക്ചർ ചെയ്തേക്കുന്നത്? ടു അറ്റൈൻ ഒബ്ജക്റ്റീവ്സ്. അപ്പം ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പ് മാനേജ്മെന്റ് മനഃപൂർവ്വം അഥവാ ബോധപൂർവം ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു സ്ട്രക്ചർ ഓഫ് റിലേഷൻഷിപ്പ് ആണ്. സപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് ഫോർമൽ ഓർഗനൈസേഷന്റെ. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിന്റെ തന്നെ മാനേജേഴ്സ് ബോധപൂർവം ക്രിയേറ്റ് ചെയ്യുന്ന അഥവാ ഡിസൈൻ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുക. അപ്പം formal organization structure clearly defines the job to be performed by each individual. It also clearly specifies authority and responsibility assigned to individuals in the organization. അപ്പം ഫോർമൽ ഓർഗനൈസേഷനിൽ എന്താണ് ഓരോരുത്തരുടെയും അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി എന്നുള്ള കാര്യങ്ങളിലെല്ലാം ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പം ആരാരോട് റെസ്പോൺസിബിൾ ആണ്, ആരാണ് ആരുടെ സൂപ്പർവൈസർ, സബോർഡിനേറ്റ്സ് ആരാണ് എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്.
who has to report to whom, who is the superior, who is the subordinate, who is responsible എന്നൊക്കെ ഉള്ള എല്ലാ കണ്ടീഷൻസും ഈ ഫോർമൽ ഓർഗനൈസേഷനിൽ ക്ലിയർലി ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോർമൽ ഓർഗനൈസേഷൻ ഡെലിബറേറ്റ്ലി ഡിസൈൻഡ് ആണ്, എന്ന് വെച്ചാൽ ബോധപൂർവം ടോപ്പ് മാനേജ്മെന്റ് ഉണ്ടാക്കുന്നതാണ് ഫോർമൽ ഓർഗനൈസേഷൻ. അതിനകത്ത് സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്. ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നത്. അതിൽ ഓരോരുത്തരും പെർഫോം ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണ്, ആരോടാണ് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത്, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, ഇതെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇൻ എ ഫോർമൽ ഓർഗനൈസേഷൻ കമ്മ്യൂണിക്കേഷൻ ടേക്സ് പ്ലേസ് ഫോർമലി, ദാറ്റ് ഈസ് വർക്ക് റിലേറ്റഡ് മാത്രമായിരിക്കും കമ്മ്യൂണിക്കേഷൻ നടക്കുക. അപ്പം നമ്മൾ ഈ സെക്കൻഡ് ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. അതിനകത്ത് 14 പ്രിൻസിപ്പിൾസിനകത്ത് ഒരെണ്ണമായിരുന്നു കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ ഓർഗനൈസേഷനിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് അതിനകത്ത് നമ്മൾ പഠിച്ചിരുന്നു. എങ്ങനെയാണ് ഫോർമൽ ഓർഗനൈസേഷനിൽ സ്കെയിലർ ചെയിൻ വഴിയേ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പാടുള്ളൂ. സ്കെയിലർ ചെയിൻ എന്ന് പറഞ്ഞാൽ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതിനെല്ലാം കൃത്യമായിട്ടൊരു ഡെഫിനിറ്റ് പാത്ത് പറയുന്നുണ്ട്. ഒരു മാനേജറിനോട് ഒരിക്കലും ഒരു സബോർഡിനേറ്റിനെ ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആരിൽ നിന്ന് ആരൊക്കെയാണ്, അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചാനൽ എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് സ്കെയിലർ ചെയിനിൽ നമ്മൾ പഠിച്ചിരുന്നു. അപ്പം ഏതൊരു ഫോർമൽ ഓർഗനൈസേഷനും ഇങ്ങനെ സ്കെയിലർ ചെയിൻ വഴിയാണ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പാടുള്ളൂ. അപ്പം സ്കെയിലർ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കെയിലർ ചെയിൻ ഇസ് ദ ചെയിൻ ഓഫ് ഓൾ സൂപ്പർവൈസേഴ്സ് ഫ്രം ടോപ്പ് മാനേജ്മെന്റ് ടു ദ പേഴ്സൺസ് വർക്കിംഗ് ഇൻ ദ ലോവസ്റ്റ് റാങ്ക്. അപ്പം ടോപ്പ് മാനേജ്മെന്റ് മുതൽ ലോവസ്റ്റ് റാങ്ക് വരെയുള്ള ആളുകൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നതാണ് സ്കെയിലർ ചെയിൻ. അപ്പൊ ഫോർമലി മാത്രമേ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പാടുള്ളൂ. സുപ്പീരിയർ, സബോർഡിനേറ്റ്സ് എങ്ങനെയാണ് ഒരു ഫോർമൽ ഓർഗനൈസേഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നാണ് സ്കെയിലർ ചെയിനിൽ പറയുക. അപ്പൊ ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്യാൻ ബി എയ്തർ ഡിവിഷണൽ ഓർ ഫങ്ഷണൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു രണ്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്. ഡിവിഷണൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചറും ഉണ്ട്, ഫങ്ഷണൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചറും ഉണ്ട്. ഫോർമൽ ഓർഗനൈസേഷനിൽ ഇതിൽ ഏത് സ്ട്രക്ചർ വേണേലും നമ്മൾക്ക് സ്വീകരിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഫോർമൽ ഓർഗനൈസേഷനിലെ ഡിവിഷണൽ സ്ട്രക്ചർ വഴിയും നമുക്ക് സ്വീകരിക്കാം, ഫങ്ഷണൽ സ്ട്രക്ചറും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഫങ്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ ഡിപ്പാർട്ട്മെന്റ്സിനെ രൂപീകരിക്കുന്നത്. ഡിവിഷണൽ സ്ട്രക്ചറിൽ പ്രൊഡക്ട്സിനെ അഥവാ ടെറിട്ടറിനെ പ്രാദേശികമായിട്ട് അഥവാ പ്രൊഡക്ട്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ ഡിവിഷനിലെ ഡിപ്പാർട്ട്മെന്റ്സിലെ തിരിക്കുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വമേധയ അഥവാ ബോധപൂർവമായിട്ട് ഡിസൈൻ ചെയ്യുന്ന ക്രിയേറ്റ് ചെയ്യുന്ന ആ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെയാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുക. ആ ഫോർമൽ ഓർഗനൈസേഷൻ ഡെലിബറേറ്റ്ലി ഡിസൈൻഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ മാനേജേഴ്സ് മനഃപൂർവ്വമായിട്ട് ബോധപൂർവമായിട്ട് ഡിസൈൻ ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് സുപ്പീരിയേഴ്സിന്റെ സബോർഡിനേറ്റിന്റെ റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ആരിൽ നിന്ന് ഓർഡേഴ്സ് സ്വീകരിക്കണം, ആരോട് റിപ്പോർട്ട് ചെയ്യണം, എന്തൊക്കെ ജോലികൾ ചെയ്യണം എന്നൊക്കെയുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും ഫോർമൽ ഓർഗനൈസേഷനിൽ. അപ്പം ഇൻഫോർമൽ ഓർഗനൈസേഷൻ, in short, formal organization refers to the organization structure which is deliberately designed by the management to achieve organizational goals. അപ്പം ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് ഡെലിബറേറ്റ്ലി ഡിസൈൻ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെയാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുക. അവിടെ സുപ്പീരിയർ സബോർഡിനേറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. സ്കെയിലർ ചെയിനിലൂടെ കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ. ഡിവിഷണൽ സ്ട്രക്ചറും ആകാം, ഫങ്ഷണൽ സ്ട്രക്ചറും ആകാം ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഫോർമൽ ഓർഗനൈസേഷനിൽ. നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കിയാൽ സ്കൂളിന്റെ കേസിൽ തന്നെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. പ്രിൻസിപ്പൽ ആയിരിക്കും ടോപ്പ് അതോറിറ്റി, പിന്നെ ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, അങ്ങനെയായിരിക്കും പോകുന്നത്. അവിടെ കൃത്യം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാകും. അങ്ങനെയൊക്കെയാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ. എല്ലാം ഫോർമൽ ചാനൽസിലൂടെ നടക്കുകയുള്ളൂ. ഇനി നമുക്ക് ഒരു ഡെഫിനിഷൻ നോക്കാം ഫോർമൽ ഓർഗനൈസേഷന്റെ. ചെസ്റ്റർ ബെർണാഡ് എന്ന് പറഞ്ഞ ആള് പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ ആണ്. അക്കോർഡിംഗ് ടു ചെസ്റ്റർ ബെർണാഡ്, an organization is formal when the activities of two or more persons are consciously coordinated towards a common objective.
He says that when activities of employees are deliberately focused on the achievement of common goal, it is formal organization. അപ്പം രണ്ടോ അതിലധികമോ ആളുകളുടെ അഥവാ എംപ്ലോയീസിന്റെ ആക്ടിവിറ്റീസ് മനഃപൂർവ്വം എന്ന് വെച്ചാൽ ബോധപൂർവം ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അതിനെയാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുക. ചെസ്റ്റർ ബെർണാഡ് എന്ന് പറഞ്ഞ മാനേജ്മെന്റ് എക്സ്പേർട്ട് പറഞ്ഞതാണ് ഇങ്ങനെ. അക്കോർഡിംഗ് ടു ചെസ്റ്റർ ബെർണാഡ്, an organization is formal when the activities of two or more persons are consciously coordinated towards a common objective. ഒരു കോമൺ ഒബ്ജക്റ്റീവിലേക്കാണ് ആളുകളുടെ ആക്ടിവിറ്റീസ് എല്ലാം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ഒരു ഫോർമൽ ഓർഗനൈസേഷൻ ആയിരിക്കും എന്നാണ് ചെസ്റ്റർ ബെർണാഡ് പറയുന്നത്. ഇതാണ് ഡെഫിനിഷൻ. ഇതെല്ലാവരും പഠിക്കണം. ഡെഫിനിഷൻ ചെസ്റ്റർ ബെർണാഡ് ഫോർമൽ ഓർഗനൈസേഷനെ കുറിച്ച് തന്നേക്കുന്ന ഡെഫിനിഷനാണിത്. ഇനി നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഇത്രയും പറഞ്ഞതിൽ തന്നെ നിങ്ങൾക്ക് കുറെ ഫീച്ചേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം എന്താ പറയുക, ഇപ്പൊ സ്കൂളിലാണെങ്കിൽ പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, അങ്ങനെ ഒരു ഇത്. ഇപ്പം ഒരു ബാങ്കിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ബാങ്കിൽ എങ്ങനെയായിരിക്കും ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഉണ്ടാവുക? ബാങ്കില് ബ്രാഞ്ച് മാനേജർ ഉണ്ടാവും, അതിന്റെ താഴെ അസിസ്റ്റന്റ് മാനേജർ ഉണ്ടാവും, അത് കഴിഞ്ഞ് ക്ലർക്ക് ഉണ്ടാവും, അത് കഴിഞ്ഞ് പിയൂൺ ഉണ്ടാവും. കൃത്യം ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു ഹൈറാർക്കി ഉണ്ടാവും. എന്ന് വെച്ചാൽ ആരിൽ നിന്ന് ഓർഡേഴ്സ് സ്വീകരിക്കണം, ആരോട് റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു കൃത്യ സ്ട്രക്ചർ ഉണ്ടാവും. അങ്ങനെ ഏതൊരു ഓർഗനൈസേഷൻ എടുത്താലും അങ്ങനെ ക്ലിയർ ആയിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാവും അല്ലേ? ഇപ്പം ഒരു കമ്പനി എടുക്കുവാണെങ്കിൽ അവിടുത്തെ ടോപ്പ് മാനേജ്മെന്റ് അഥവാ സിഇഒ എന്ന് വെച്ചാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാവും, അത് കഴിഞ്ഞ് ടോപ്പ് മാനേജേഴ്സ് ഉണ്ടാവും, മിഡിൽ ലെവൽ മാനേജേഴ്സ് ഉണ്ടാവും, അത് കഴിഞ്ഞ് ലോവർ ലെവൽ എംപ്ലോയീസ് ഉണ്ടാവും. അപ്പൊ ഏതൊരു ഓർഗനൈസേഷൻ എടുത്താലും അവിടെ കൃത്യമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാവും. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഫീച്ചേഴ്സ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്തൊക്കെയായിരിക്കും ഫീച്ചേഴ്സ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ? അവിടെ ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാകാം. പിന്നെ എന്തായിരിക്കും? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവാം. സ്കെയിലർ ചെയിനിലൂടെ ആയിരിക്കാം അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഡിവിഷണൽ സ്ട്രക്ചറും ഫങ്ഷണൽ സ്ട്രക്ചറും അവിടെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ എല്ലാം ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ മനഃപൂർവ്വമായിട്ട് അഥവാ ബോധപൂർവം മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഫോർമൽ ഓർഗനൈസേഷൻ. അവിടെ വർക്കിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതൊക്കെ ആയിരിക്കും തന്നെ ഫീച്ചേഴ്സ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ, സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. അപ്പം ഫോർമൽ ഓർഗനൈസേഷനിലെ ഫസ്റ്റ് ഫീച്ചർ ആണ് superior subordinate relationship. It is well defined in a formal organization and it clarifies as to who has to report to who. അപ്പം ഓരോ ലെവലിലും അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ഒക്കെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. സുപ്പീരിയർ ആരാണ്, സബോർഡിനേറ്റ് ആരാണ്, ആരോടാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, ആരിൽ നിന്നാണ് ഓർഡേഴ്സ് സ്വീകരിക്കേണ്ടത്, ആരോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഒരു ഫോർമൽ ഓർഗനൈസേഷനിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകും. അപ്പം ഇറ്റ് ക്ലിയർലി ഡിഫൈൻസ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. കൃത്യമായിട്ട് ആരിൽ നിന്ന് ഓർഡർ സ്വീകരിക്കണം, ആരോട് അക്കൗണ്ടബിൾ ആവണം എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പം ഒരു ബാങ്കിലൊക്കെ നോക്കുവാണെങ്കിൽ മാനേജേഴ്സ് ഉണ്ടാവും, അസിസ്റ്റന്റ് മാനേജേഴ്സ് ഉണ്ടാവും, ക്ലർക്ക് ഉണ്ടാവും, പിയൂൺ ഉണ്ടാവും നമ്മൾ പറഞ്ഞു. അപ്പം എന്തെങ്കിലും ഒരു ചെറിയ ഡേ ടു ഡേ കാര്യങ്ങളാണെങ്കിൽ എല്ലാം മാനേജർ അറിയണം, മാനേജറിന്റെ അടുത്ത് പോയി പെർമിഷൻ എടുക്കണം, അങ്ങനെയല്ലല്ലോ. മെയിൻ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളെല്ലാം ഡിസിഷൻ എടുക്കുന്ന മാനേജേഴ്സ് തന്നെയായിരിക്കും. ആൻഡ് മാനേജേഴ്സ് ഓരോരുത്തർക്കും ഡ്യൂട്ടീസ് അലോട്ട് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് അറിയാതെ തന്നെ ഫോം ചെയ്യുന്നുണ്ട്. അത് ആ മാനേജ്മെന്റ് ഡെലിബറേറ്റ്ലി ഫോം ചെയ്യുന്നതാണ്. അപ്പം അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുക, ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പം ആരിൽ നിന്ന് ഓർഡേഴ്സ് സ്വീകരിക്കണമെന്നും ആരോട് അക്കൗണ്ടബിൾ ആയിരിക്കണമെന്നും കൃത്യമായിട്ട് അവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുക, സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. ഇനി സെക്കൻഡ് ഫീച്ചർ പറയുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അഥവാ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് സെക്കൻഡ് പോയിന്റിൽ പറയുക. ഇറ്റ് ലേസ് ഡൗൺ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു അറ്റൈൻ ദ ഒബ്ജക്റ്റീവ്സ്. അപ്പം ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള റൂൾസും പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ടാവും. ഒരു ഫോർമൽ ഓർഗനൈസേഷനിൽ കൃത്യമായിട്ട് റൂൾസ് ഉണ്ടാവും. എല്ലാത്തിലും കൃത്യമായിട്ടുള്ള റൂൾസും സ്റ്റാൻഡേർഡ്സും പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ടാവും. എന്തെങ്കിലും ഒരു കാര്യം, ഈവൻ കമ്മ്യൂണിക്കേഷൻ പോലും കൃത്യമായിട്ടുള്ള ആ റൂളിലൂടെ നടക്കുള്ളൂ. അഥവാ അങ്ങനെ
ഡീവിയേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ടോപ്പ് മാനേജേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള മാനേജേഴ്സിനായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പം അങ്ങനെ കൃത്യമായിട്ടുള്ള റൂൾസും പ്രൊസീജിയേഴ്സും ഒക്കെ ഉണ്ടാവും. എവിടെയാണ്? ഫോർമൽ ഓർഗനൈസേഷനിൽ. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഫീച്ചറാണ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. തേർഡ് ഫീച്ചറാണ് ഇറ്റ് ഈസ് ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ്. ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് എന്ന് പറഞ്ഞാൽ ബോധപൂർവം സൃഷ്ടിച്ചതാണ്, അഥവാ മനഃപൂർവ്വം ഒക്കെ ക്രിയേറ്റ് ചെയ്തതാണ് ഈ ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുക. ക്രിയേറ്റഡ് ബൈ ദ ടോപ്പ് മാനേജ്മെന്റ് ടു ഫെസിലിറ്റേറ്റ് സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പം ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പ് മാനേജ്മെന്റ് മനഃപൂർവ്വമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അഥവാ സ്വമേധയാ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുക. അപ്പം ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് മാനേജ്മെന്റ്, ടോപ്പ് മാനേജ്മെന്റ് മനഃപൂർവ്വമായിട്ട് അഥവാ ബോധപൂർവമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് സ്ട്രക്ചറാണ് ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് എന്ന് പറയുന്നത്. ഒരു ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ടോപ്പ് മാനേജ്മെന്റ് ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫോർമൽ ഓർഗനൈസേഷൻ. എന്ന് വെച്ചാൽ അവർ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ആയിരിക്കണം, എന്തൊക്കെയാണ് ആ സ്ട്രക്ചർ എന്നൊക്കെ ഉള്ളത് അവർ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്ന, അഥവാ അല്ലാതെ ആക്സിഡന്റലി വരുന്നതല്ല, അത് അവർ ഇന്റൻഷനലി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുക. ഫോർത്ത് പോയിന്റ്, കോർഡിനേഷൻ ഈസ് പോസിബിൾ. Efforts of different departments are coordinated. അപ്പം we have already studied that departments are based on functional and divisional structure. Divisional structure നെ ബേസ് ചെയ്ത ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഫങ്ഷണൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്ത ഡിപ്പാർട്ട്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും എഫേർട്സ് ഒന്നിപ്പിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഒരു ഫോർമൽ ഓർഗനൈസേഷനിലാണ്. എല്ലാവരെയും ഒന്നിപ്പിച്ച് കൊണ്ടുപോയി ആ ഒബ്ജക്റ്റീവ്, ആ കോമൺ ഒബ്ജക്റ്റീവ് ഓർഗനൈസേഷന്റെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോവാണ് ഫോർമൽ ഓർഗനൈസേഷനിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ കോർഡിനേഷൻ അവിടെ ഉണ്ടാവും. കാരണം കൃത്യമായിട്ട് ഓരോരുത്തർക്കും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ആരെന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആൻഡ് ആരിൽ നിന്ന് ഓർഡേഴ്സ് സ്വീകരിക്കണം, അങ്ങനെ എല്ലാത്തിനും ഒരു ഫോർമൽ ലൈൻ ഓഫ് ആക്ഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കോർഡിനേഷൻ അവിടെ വർക്ക്ഔട്ട് ആവും. എന്ന് വെച്ചാൽ കോർഡിനേഷൻ അവിടെ പോസിബിൾ ആയിരിക്കും. അതാണ് ഫോർത്ത് പോയിന്റിൽ പറയുക, കോർഡിനേഷൻ ഈസ് പോസിബിൾ. അവിടെ എല്ലാവരെയും ഏകോപിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് ഫോർത്ത് പോയിന്റിൽ പറയുക. ഫിഫ്ത്ത് പോയിന്റ്, എംഫസിസ് ഓൺ വർക്ക്. ഇറ്റ് ഗീവ്സ് പ്രയോറിറ്റി ടു ദ വർക്ക് റാദർ ദാൻ ഇൻഡിവിജ്വൽസ്. അപ്പം വർക്കാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അവിടെ കൺസിഡർ ചെയ്യുന്നത്. വർക്ക് തന്നെയായിരിക്കും ഇമ്പോർട്ടന്റ്, അല്ലാതെ വേറെ എംപ്ലോയീസുമായിട്ടുള്ള റിലേഷൻഷിപ്പിനോ അഥവാ ഇമോഷണൽ ആസ്പെക്ട്സിനോ ഒന്നും ഒരു ഇമ്പോർട്ടൻസും ഉണ്ടാകത്തില്ല. കൂടുതൽ പ്രാധാന്യം ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നായിരിക്കും ആ ഓർഗനൈസേഷനിൽ നോക്കുക. മാക്സിമം അവര് ആ ഓർഗനൈസേഷന്റെ എംഫസിസ് എന്തിനായിരിക്കും? എത്രയും സ്പീഡിൽ ആ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്യുക, സോ ദാറ്റ് ആ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് റൈറ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇതായിരിക്കും ഫിഫ്ത്ത് പോയിന്റിൽ പറയുക, എംഫസിസ് ഓൺ വർക്ക്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് 5 പോയിന്റ്സ് ആണ് ഫീച്ചേഴ്സ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ആണ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. അവിടെ ഒരു കൃത്യമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും. ആരിൽ നിന്ന് ഓർഡേഴ്സ് സ്വീകരിക്കണം, ആരോടാണ് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞ് കൃത്യമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കൊടുക്കും. സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് റൂൾസ്, കമ്പനിയുടെ റൂൾസ് എന്തൊക്കെയാണ്, അതനുസരിച്ച് വർക്കുകളും എംപ്ലോയീസും എല്ലാം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അടുത്തത് ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ്. ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബോധപൂർവം മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്തതാണ് ഈ ഒരു ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അവർ ഇന്റൻഷനലി ക്രിയേറ്റ് ചെയ്തതാണ്. കാരണം എല്ലാവർക്കും ഫോർമലി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് ഇന്റൻഷനലി ക്രിയേറ്റ് ചെയ്തതാണ്, മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തതാണ് ഈ ഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫോർത്ത് പോയിന്റ്, കോർഡിനേഷൻ ഈസ് പോസിബിൾ. എന്ന് വെച്ചാൽ എംപ്ലോയീസും എല്ലാവരും തമ്മിലൊരു കോർഡിനേഷൻ പോസിബിൾ ആണ് ഫോർമൽ ഓർഗനൈസേഷനിൽ. കാരണം കൃത്യമായിട്ടുള്ള റൂൾസ് ഉണ്ട്, കൃത്യമായിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആരിൽ നിന്ന് ഓർഡേഴ്സ് സ്വീകരിക്കണം എന്നൊക്കെ എല്ലാം കൃത്യമായിട്ടുണ്ട്. വർക്ക് ഏതൊക്കെ ചെയ്യണം എന്ന് എല്ലാ രീതിയിലും കൃത്യമായിട്ട് എല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു കോർഡിനേഷൻ പോസിബിൾ ആണ്. ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത് എംഫസിസ് ഓൺ വർക്ക്. വർക്കിലായിരിക്കും മെയിൻ ഇമ്പോർട്ടൻസ്. അവർ തമ്മിലുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പിലും അഥവാ
എംപ്ലോയീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിലും എംപ്ലോയീസും മാനേജേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പിലും ഒന്നും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. എപ്പോഴും അവരുടെ ഫോക്കസ് എന്തായിരിക്കും, വർക്ക് എങ്ങനെയും തീർക്കണം, അതുവഴി ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ സാധിക്കണം. ഇതായിരിക്കും അവരുടെ എംഫസിസ് ഫുള്ളും ഉണ്ടാവുക. അപ്പൊ ഈ 5 പോയിന്റ്സ് ആണ് ഫീച്ചേഴ്സ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുക. superior subordinate relationship, rules and procedures, deliberately created, coordination is possible, emphasis on work. Okay, thank you.